ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മരണനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിന് കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാം മുഖാന്തരം നാം അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഗലാത്യലേഖനം 3:9 പറയുന്നു, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പം നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുണ്ടായ ഒരു കാരണമാണ് അബ്രഹാം സത്യദൈവത്തെ ആരാധിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. സത്യദൈവാരാധനയിലൂടെ അബ്രഹാം ഒരു അനുഗ്രഹമായി മാറി. ആരാണ് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാൽ അബ്രഹാമിൽ നാം പഠിക്കേണ്ടത്, അബ്രഹാം ദൈവത്തെ ആരാധിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, സത്യദൈവാരാധനയിലൂടെ നാം ഒരു അനുഗ്രഹമായി മാറുന്നു. നമുക്കും മറ്റുള്ളവർക്കും നാം ഒരു അനുഗ്രഹമായി മാറുകയും. അബ്രഹാത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 12:7-8 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷനായപ്പോൾ ആ ദൈവത്തെ ആരാധിക്കാനായി ഒരു യാഗപീഠം, ഒരു ബലിപീഠം അബ്രഹാം പണിതു. അടുത്ത വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്, അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മേലേക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന അബ്രാഹത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ ഈ അബ്രഹാം എവിടെയെല്ലാം കൂടാരം അടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവൻ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 13:3-4 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേൽ നിന്ന് ഹായിക്കും മധ്യ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പോൾ സത്യദൈവത്തെ തിരിച്ചറിയുകയും ആ ദൈവത്തിന് വേണ്ടി ബലിപീഠം പണിത ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത ഒരു സത്യ ആരാധനയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അബ്രഹാം. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 13 അതിൻ്റെ 18 വാക്യത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ പറയുന്നു, അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മെമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. എവിടെയെല്ലാം അബ്രഹാം യാഗപീഠം പണിതിട്ടുണ്ടോ, എവിടെയെല്ലാം അബ്രഹാം കൂടാരം അടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ബലിപീഠം പണിത് ദൈവത്തിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ദൈവത്തെ ആരാധിച്ചിരുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 22 അതിൻ്റെ 9 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടിക്ക് തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി, യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. ഇത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തെ ആരാധിച്ചതാണ്. നിൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ താൻ പറയുന്ന സ്ഥലത്ത് ബലിപീഠമുണ്ടാക്കി ബലി അർപ്പിക്കാൻ ദൈവം കൽപ്പിക്കുക. ആ വചനം ആരംഭിക്കുന്ന എങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകം 22 ആരംഭിക്കുന്ന 1 വാക്യം ആരംഭിക്കുന്ന എങ്ങനെയാണ്, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. ഇവിടെ വചനം പറയുന്നുണ്ട് അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ
ദൈവം തൻ്റെ ജനത്തെ പരിശോധിക്കുന്നത്, പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വചനം പഠിപ്പിക്കുക. അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കാനായി അബ്രഹാം എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം കൂടാരം അടിക്കുമ്പോൾ യാഗപീഠം പണിയും, കൂടാരം പൊളിക്കുമ്പോൾ അവിടെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കും. ഇങ്ങനെ ദൈവത്തോടു കൂടെ ദൈവത്തെ ആരാധിച്ച് ദൈവ ആരാധനയിലൂടെ ദൈവമഹത്വം അറിഞ്ഞ് അനുഭവിച്ച് ദൈവ സാന്നിധ്യം അറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഈ അബ്രാഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. തൻ്റെ ഏകജാതനായ മകന് ഇസഹാക്കിന് അവിടെ പേരെടുത്ത് പറയുക. കാരണം ഇവിടെ അബ്രഹാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തൻ്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെയാണ്. മറ്റൊരു മകനുണ്ട് ഇസ്മായിൽ, അത് ദാസിയിലുണ്ടായൊരു മകനാണ്. എന്നാൽ ദൈവം പറയുകയാണ് നിൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ, നിൻ്റെ മകനെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇസ്മായിലിനെ യാഗം കഴിച്ചേനെ. അതുകൊണ്ട് നിൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ ഞാൻ പറയുന്ന സ്ഥലത്ത് യാഗം കഴിക്കുക, ഹോമയാഗം കഴിക്കുക എന്ന് ദൈവം കൽപ്പിക്കുക. ഇവിടെ ദൈവത്തോടുള്ള സ്നേഹം ദൈവ ആരാധനയിൽ വെളിപ്പെടുക. ഒരു മനുഷ്യൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ദൈവ ആരാധന. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ദൈവത്തിന് നന്ദി പറയും, ദൈവത്തിന് സമർപ്പിക്കുന്നെല്ലാം ദൈവാരാധനയാണെങ്കിൽ അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഇവിടെ അബ്രഹാമിൻ്റെ ആരാധനയിൽ ദൈവത്തോടുള്ള സ്നേഹം ദൈവം അളക്കുകയാണ്, ദൈവം പരീക്ഷിക്കുകയാണ്. അവിടെ വചനം ആരംഭിക്കുന്ന തന്നെ യഹോവയായ ദൈവം പരീക്ഷിക്കാൻ വേണ്ടി അത് ചെയ്തെന്ന് അവിടെ വചനം വെളിപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ബലിയർപ്പിക്കാൻ, ദൈവത്തിനായി സമർപ്പിക്കാൻ ദൈവം കൽപ്പിക്കുക. ഇവിടെയാണ് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ള ആരാധന, ദൈവത്തോടുള്ള ബലിയർപ്പണം, അത് ഒരു ചടങ്ങായി, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ചടങ്ങായി മാറുകയാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തിനായി സമർപ്പണം അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്നതൊക്കെ നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി മാത്രമായി തീരുന്ന ഒന്നായി തീരുക. എന്നാൽ ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ, ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇതിൽ ദൈവം സംപ്രീതനാണോ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണോ ഞാനിത് ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ പരിശോധിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ പരിശോധിക്കുന്നൊരവസരം ദൈവം ഒരുക്കും. ഇപ്പോൾ അബ്രഹാം ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്വരം കേട്ട് പ്രത്യക്ഷനായ ദൈവത്തെ കൂടാരം അടിക്കുമ്പോഴും കൂടാരം പൊളിക്കുമ്പോഴെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന, ദൈവത്തോട് കൂടെ നടന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടന്ന, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നടന്ന അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുക. ഇവിടെ അബ്രഹാം ചെയ്തതെന്താണ്? താൻ സാധാരണ ദൈവത്തിന് ബലി അർപ്പിക്കുന്നത് പോലെ തന്നെ യാഗപീഠം പണിതു, വിറകടുക്കി, അതിന്മേൽ യാഗവസ്തു ദൈവം കൽപ്പിച്ചിരിക്കുന്ന തൻ്റെ ഏകജാതനായ മകനെയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക, അബ്രഹാം ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവൻ എത്തി. അബ്രഹാം യാഗപീഠം പണിതു, വിറകടുക്കി, തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. അതായത് ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ ബലിയായി ദൈവത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ കഥാനം അതിനെങ്ങനെ പറയുന്നു? പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് പറഞ്ഞു, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിൻ്റെ ഏകജാതന മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നിൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഇവിടെ ദൈവത്തെ ആരാധിക്കുവാൻ ഈ അബ്രഹാമിൻ്റെ ദൈവഭയം, ദൈവസ്നേഹം എത്ര വലുതാണെന്ന് ഇവിടെ നാം കാണുകയാണ്. അവിടെ ദൈവത്തിൻ്റെ പരിശോധനയിൽ അബ്രഹാം ജയിച്ചു. താൻ പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തിനായി ആരാധന കഴിക്കുകയാണ്. അവിടെ ഈ പൂർണ്ണ സമർപ്പണത്തോടെയുള്ള ഈ ആരാധനയിൽ
ദൈവം പ്രസാദിച്ചു എന്ന് മാത്രമല്ല, അത് മുഖാന്തരം ദൈവം അബ്രാഹത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അതിൻ്റെ 16-17 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നീ ഈ കാര്യം ചെയ്തു നിൻ്റെ ഏകജാത മകന് തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിൻ്റെ സന്തതി ആകാശത്തെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിൻ്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അന്നത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്ന മക്കളാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണത്തിലെ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. അതായത് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന മാത്രമല്ല, നിൻ്റെ അനുഗ്രഹത്തെ ദൈവം വർദ്ധിപ്പിക്കും. അതിന് ദൈവം പരിശോധിക്കുന്നതിൻ്റെ ആരാധനയാണ്. അബ്രാഹാമിനെ ദൈവം പരിശോധിച്ചുവെങ്കിൽ ഇന്ന് വ്യക്തിപരമായി നമ്മെ ദൈവം പരിശോധിക്കുക. ദൈവത്തോടുള്ള സ്നേഹം, ദൈവ ഭയത്തിൽ നമ്മുടെ ആരാധന എങ്ങനെയാണെന്ന് സ്വയമൊന്ന് നാം പരിശോധിക്കണം. ഇവിടെ പഴയ നിയമത്തിലെല്ലാം യാഗപീഠം പണിത്, ബലിപീഠം പണിത് ദൈവത്തിന് പ്രസാദകരമായി ദൈവം കൽപ്പിച്ചതനുസരിച്ചുള്ള ബലിയാണ്, ആരാധനയാണ് ദൈവജനം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു, ഇന്ന് നാം ബലിയർപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനായി പണിയപ്പെടുന്ന യാഗപീഠം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായി പണിയപ്പെടുന്ന യാഗപീഠം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിനെന്ന് കർത്താവിൻ്റെ വചനം പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധന, ദൈവം ആഗ്രഹിക്കുന്ന ദൈവഹിതമനുസരിച്ചുള്ള ആരാധന, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് നമ്മുടെ ശരീരം കൊണ്ടുള്ള ആരാധനയാണ്. ഇന്ന് നാം ദൈവത്തിനായി പണിയപ്പെടേണ്ട ബലിപീഠം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം, ഈ ശരീരം കൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ മഹത്വം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, ബലിപീഠമാകുന്ന ഈ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇന്ന് ദൈവം പ്രസാദിക്കുന്ന, ദൈവത്തിനായി അർപ്പിക്കേണ്ട ബലിയാണ്, യാഗമാണ് സ്തോത്രയാഗം. ദൈവത്തിനായി വിശുദ്ധിയോടെ സമർപ്പിക്കപ്പെട്ട ഈ ദൈവത്തിൻ്റെ ആലയമായ ഈ ബലിപീഠത്തിൽ നിന്ന് നാം ദൈവത്തിനായി സമർപ്പിക്കുന്ന ആരാധന എന്ന് പറയുന്നത് സ്തോത്രയാഗമാണ്. അധരഫലം എന്ന സ്തോത്രയാഗം, അതായത് ദൈവം നമ്മുടെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്തുതിയാൽ, സ്തോത്രത്താൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൽപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ എങ്ങനെ ബലിയർപ്പിക്കണമെന്ന് ദൈവം കൽപ്പിച്ചതനുസരിച്ച് ബലിയർപ്പിച്ചുവെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, നാം അധരഫലം എന്ന സ്തോത്രയാഗം കൊണ്ട് ദൈവത്തിന് ബലിയർപ്പിക്കണം. സ്തുതി എന്ന സ്തോത്രയാഗം, സ്തുതി എന്ന യാഗം ദൈവത്തിനായി സമർപ്പിക്കാൻ ദൈവം കൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-17-18 വാക്യങ്ങൾ പൗലോസ് വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കും, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അതായത് എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അതായത് ഇടവിടാതെ ദൈവത്തെ ആരാധിക്കാൻ, ഇടവിടാതെ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം ഈ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രയാഗമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുക. പഴയ നിയമത്തിൽ യാഗപീഠം പണിത് ദൈവത്തിന് ബലിയർപ്പിച്ച് ആരാധിച്ചുവെങ്കിൽ, ഇന്ന്
ദൈവത്തിന് ഇഷ്ടമുള്ള ബലി, ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം, ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതി എന്ന, സ്തോത്രം എന്ന യാഗമാണ്, ബലിയാണെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. അതുകൊണ്ട് വെളിപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കണം. അതായത് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ഇടവിടാതെ നിത്യം ദൈവത്തെ സ്തുതിക്കുവാൻ, അത് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം അത് ഇഷ്ടപ്പെടുന്നു. നമ്മുടെ അധര ഫലമെന്ന സ്തോത്രയാഗം ദൈവത്തിനായി സമർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ആരെല്ലാമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത്? കർത്താവിന്റെ വചനം എന്ത് പറയുന്നു? വചനം പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ സകല പ്രഭുക്കന്മാരും, സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കണമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. അതായത് ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സകല വംശങ്ങളും സകല മനുഷ്യരും. സങ്കീർത്തന പുസ്തകം 148-ാം സങ്കീർത്തനത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, അത് മനുഷ്യർ മാത്രമല്ല. 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, മൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, പർവ്വതങ്ങളും കുന്നുകളും സകല വൃക്ഷങ്ങളും സകല ദേവദാരുക്കളും ദൈവത്തെ സ്തുതിക്കണം. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ യഹോവയെ സ്തുതിപ്പിൻ എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. സകല ഭക്തന്മാരും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു, അതുകൊണ്ട് യഹോവയെ സ്തുതിക്കണം എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. കർത്താവിന് അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലുള്ള സകല വംശങ്ങളും സകല ജാതികളും സകല മനുഷ്യരും സകല മൃഗങ്ങളും സകല പർവ്വതങ്ങളും സകല ആഴികളിലുള്ള വെള്ളത്തിലുള്ള സകല മത്സ്യങ്ങളും ജീവജാലങ്ങളും ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ലോകത്തിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നാം ഉണരുന്നതിന് മുമ്പ് ലോകത്തിലുള്ള സകല പക്ഷികളും പറവജാലകളും മൃഗങ്ങളും നാം ഉണരുന്നതിന് മുമ്പേ ഉണർന്ന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് നന്ദി പറയും. നമ്മൾ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, സകല പക്ഷികളും പറവകളും മൃഗങ്ങളും എല്ലാം ഉണർന്ന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് നന്ദി പറയും. വിവേകമുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, ദൈവത്തെ വ്യക്തിപരമായി തിരിച്ചറിയാൻ ദൈവം കൃപ നൽകിയ, അവസരം നൽകിയ മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇന്ന് സകല ജീവജാലങ്ങളും ദൈവത്തിന് നന്ദി പറയുന്നു. മാത്രമല്ല, കർത്താവിന്റെ വചനം പറയുന്നു, സകല ഭൂമിയിലുള്ള സകല പർവ്വതങ്ങളും കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും എല്ലാം ദൈവത്തിന് സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൽമഴയും തീയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും ദൈവത്തെ ആരാധിക്കണമെന്ന്, ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭൂമിയിലുള്ള സകലതും ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന്, ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് തിരിച്ചറിയുന്ന മനുഷ്യൻ ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ദൈവത്തെ ആരാധിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കാറുണ്ടോ? വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എവിടെയെല്ലാമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നും കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 135-ന്റെ 1-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും 150-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. 148-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. സ്വർഗത്തിൽ ഉള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, 135-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പിൻ. അതായത് ദൈവത്തിൻ്റെ ആലയം ദൈവത്തെ സ്തുതിക്കാനാണ്. സ്വർഗത്തിൽ ദൈവസ്തുതി ഉണ്ട്. അവിടെ
നിത്യം ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന ദൈവത്തിന് വചനം വ്യക്തമായി വെളിപ്പെടുന്നു. എന്നാൽ അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പല ദൈവാലയങ്ങളിലും ദൈവത്തെ സ്തുതിക്കാൻ അനുവാദമില്ല. പലപ്പോഴും പല ദൈവാലയങ്ങളിൽ കൈയടിച്ച് ഹല്ലേലൂയ പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ അത് അനുവദിക്കുന്നില്ല. കൈയടിക്കാനോ ശബ്ദമുയർത്തി പാടാനോ ഹല്ലേലൂയ പറയാനോ ചില ദേവാലയങ്ങൾ ചിലർ അനുവദിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ഈ ദൈവാലയങ്ങൾ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അത് മനുഷ്യൻ്റെ കരങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമുണ്ട് നമ്മുടെ ശരീരം. അതുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. 150 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായ ഈ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. നാവുകൊണ്ട് മാത്രമല്ല, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ട്, കരങ്ങൾ കൊണ്ട്, ശരീരം കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും ഇങ്ങനെ സ്തുതിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ സ്തുതിക്കാതിരുന്നാൽ ആ മനുഷ്യൻ അന്ധകാരത്തിലാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. റോമലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്നോർത്തും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നിരിക്കുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അതായത് ബുദ്ധിയിൽ അന്ധകാരം, മനുഷ്യൻ്റെ ബുദ്ധിയിൽ അന്ധകാരമുണ്ടാകാൻ കാരണം ഈ ദൈവത്തെ സ്തുതിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം ആരാണെന്നും ദൈവ സ്തുതികളിൽ വസിക്കുന്നവനാണെന്ന് പഴയ നിയമത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു. പുതിയ നിയമത്തിലും വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്തുതി എന്ന സിംഹാസനത്തിലാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ ദൈവം ആരാണെന്നറിഞ്ഞു, ഞാൻ ആരാണെന്നറിഞ്ഞു, എന്നിട്ടും ഈ ദൈവത്തെ നന്ദി പറയുകയോ ദൈവത്തെ സ്തുതിക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയെന്ന കർത്താവിന്റെ വചനം പറയുന്നു. വീണ്ടും ബാറാസിന്റെ പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. അതായത് പാപത്തിൽ കിടക്കുന്നൊരു വ്യക്തിക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കില്ല. അതായത് ദൈവത്തെ സ്തുതിക്കാൻ മടിക്കുന്ന വ്യക്തി പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കും. അപ്പോൾ സ്തുതിക്കാതിരുന്നാൽ നാം അന്ധകാരത്തിലായി മാറും, സ്തുതിക്കാതിരുന്നാൽ നാം പാപം ചെയ്യാൻ കാരണമായി തീരും. അങ്ങനെയാണെങ്കിൽ സ്തുതിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ കെട്ടുകളഴിയും, ബന്ധനമഴിയും. സ്തുതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരം മാറും. വെളിച്ചമാകുന്ന, ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ സ്തുതി എന്ന സിംഹാസനത്തിലേക്ക് എഴുന്നള്ളി വരും. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ അബ്രഹാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാത്തോട് പറയാൻ കാരണം, ഒറ്റ കാരണം, അവൻ വില കൊടുത്തു, ദൈവത്തെ ആരാധിക്കാൻ വില കൊടുത്തു. അതായത് തൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ പോലും ദൈവത്തെ പ്രതി, ദൈവ ആരാധനയെ പ്രതി വില കൊടുത്തുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ നാം എന്തുമാത്രം വില കൊടുക്കുന്നോ അത്രമാത്രം നാം അനുഗ്രഹിക്കപ്പെടും. നാം മുഖാന്തരം മറ്റുള്ളവർ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഈ യാഗപീഠമാകുന്ന, ഈ ബലിപീഠമാകുന്ന, ഈ ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം. വിശ്വാസിയായ അബ്രഹാമിനോട് അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ
അബ്രഹാം ദൈവത്തെ ആരാധിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ വില കൊടുക്കുമെന്നുള്ള വലിയ ബോധ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനെന്നുള്ള വലിയ ബോധ്യത്തോടെ അബ്രഹാത്തെ പോലെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നു മുതൽ ദൈവാരാധനയിൽ, ദൈവസ്തുതികളിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഞാൻ വില കൊടുക്കുമെന്നുള്ള വലിയ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിലെടുക്കാൻ ഈ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, വിശ്വാസിയായ അബ്രഹാം കർത്താവെ തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം ബലിയർപ്പിച്ചു, ആരാധിച്ചു എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരമാകുന്ന ഈ ബലിപീഠത്തിൽ കർത്താവെ നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ നിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നിന്നെ സ്തുതിച്ച് നിന്നെ ആരാധിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ആരാധിക്കാതിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ബുദ്ധിയിൽ അന്ധകാരമായി തീരും. ഞങ്ങൾ അന്ധകാരത്തിൽ വസിക്കുന്നുള്ള സത്യം ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ നിന്നെ ആരാധിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ പാപം ചെയ്യാൻ കാരണമായി തീരും. അതുകൊണ്ട് കർത്താവെ നിന്നെ സ്തുതിച്ച് നിന്നെ ആരാധിച്ച് നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ, അത് മുഖാന്തരം ഞങ്ങളുടെ കെട്ടുകൾ അഴിയുവാൻ, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുവാൻ, ഞങ്ങളുടെ മേൽ പിശാച് കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിയുവാൻ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിയുവാൻ, ഞങ്ങളുടെ എല്ലാ പാപ ശാപ രോഗബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിയുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ആരാധനയിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധി അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വം പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.